കാഞ്ഞങ്ങാട്ടെ എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റിന്റെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രശസ്ത സംവിധായകൻ സിബി മലയിലിനും സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ഭാര്യ ശോഭ രവീന്ദ്രനും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ അവാർഡുകൾ സമ്മാനിച്ചു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ എമിറേറ്റ്സ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് എത്തിയ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറെ പൌരാവലിക്ക് വേണ്ടി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റിന്റെ ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂരും ജനറൽ സെക്രട്ടറി എസ് പി ഷാജിയും ചേർന്ന് ശ്രീ മുത്തപ്പന്റെയും തിരുവപ്പന്റെയും ശില്പം സമ്മാനിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. സമഗ്ര ചലച്ചിത്ര സംഭാവനയ്ക്കുള്ള കലാരത്ന പുരസ്കാരം പ്രശസ്ത സംവിധായകൻ സിബി മലയിലും സാഹിത്യത്തിലുള്ള പുരസ്കാരം സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ പത്നി ശോഭ രവീന്ദ്രനും ഏറ്റുവാങ്ങി. 25,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച ക്ഷേത്രങ്ങൾക്കുള്ള ക്ഷേത്രകർമ്മ പുരസ്കാരം പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിലെ കുഞ്ഞിക്കണ്ണൻ ആയത്താർക്കും കരിവള്ളൂർ ബുച്ചിലോട്ടെ വല്യച്ഛൻ പ്രമോദ് കോമരത്തിനും സമ്മാനിച്ചു. മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിലുള്ള പ്രഥമ സാംസ്കാരിക പുരസ്കാരം കാഞ്ഞങ്ങാട്ടെ ആർട്ട് ഫോറം ഭാരവാഹികളായ മോഹൻകുമാറും ചന്ദ്രൻ ആലാമിപ്പള്ളിയും ഏറ്റുവാങ്ങി. വികസിത ഭാരതം എന്നത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്നും ധർമ്മപാതയിലൂടെ നമ്മുടെ കടമകൾ നിറവേറ്റാൻ സന്നദ്ധരാവണമെന്നും ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഓരോ മനുഷ്യനിലും ആത്മീയ തേജസ്സുണ്ട്. സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും സമർപ്പിക്കുന്നവർ ആദരിക്കപ്പെടുന്നു. ദൈവികത്വം എന്ന് പറയുന്നത് നന്മയാണ്. ധർമ്മ എന്ന് പറയുന്നത് വ്യവസ്ഥാപിത മതമല്ല. ധർമ്മം പലതരത്തിലുണ്ട്. ധർമ്മവും മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്താൻ പാടില്ലെന്നും യഥോ ധർമ്മസ്തോ ജയ എന്ന സുപ്രീം കോടതിയുടെ ആപ്തവാക്യം പരാമർശിച്ചുകൊണ്ട് ഗവർണർ ഓർമ്മപ്പെടുത്തി. നാം നമ്മുടെ മഹത്തായ സനാതന പാരമ്പര്യമാണ് പിന്തുടരുന്നത്. ദേശീയ മൂല്യവും സനാതന മൂല്യവും കുടുംബത്തിൽ വളർത്തണം. ഈ ഒരു സംസ്കാരം മക്കളിലേക്ക് പകർന്നു നൽകേണ്ടത് നമ്മുടെ കടമയാണെന്നും പറഞ്ഞ ഗവർണർ വിദേശ ഭാഷയായ ഇംഗ്ലീഷിൽ പ്രാവീണ്യം കുറയുന്നു എന്നത് ഒരു വലിയ കുറ്റമൊന്നുമല്ലെന്നും എന്നാൽ മാതൃഭാഷ അറിയാത്തത് ഒരു വലിയ കുറവ് തന്നെയാണെന്നും അഭിപ്രായപ്പെട്ടു. I always say that my state of Kerala is a part of Vikasit Bharat, and I always say the route to Vikasit Bharat passes through Vikasit Kerala. We have to have Vikasit Kerala, then only our India and Bharat will be Vikasit. All these things are to be nurtured. If these things, these thoughts, these principles of Sanatana, these are all Sanatana things, nothing new. I am not telling you anything new. This has been taught to us by our ancestors, our rishis and munis. They have told us. We have to have this in our hearts and minds. We have to have in our families. We have to pass it on to our next generation. That is the reason why we have gathered here. It is not that we have just some time and it's okay, let us pass time while coming to this particular auditorium and we do some plus. That's nothing of that sort. We have come here with some reason and we are going from here with some reason. This message. That is what we have to do. I know I am little bit more vocal about this. But my dear friends, looking at you, I felt that I must convey my heart to you, my feelings to you, because you are the people who can do it. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷനായി. ഡോക്ടർ മണികണ്ഠൻ മേലത്ത്, ഷംസുദ്ദീൻ പാലക്കി, രാജൻ മുളിയാർ, സുകുമാരൻ ആശീർവാദ് എന്നിവർക്ക് പരിപാടിയിൽ പ്രത്യേക ആദരവ് നൽകി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, ദാമോദരൻ ആർക്കിടെക്ട് എന്നിവർ ആശംസകൾ നേർന്നു. ട്രസ്റ്റ് ചെയർമാൻ എസ് പി ഷാജി സ്വാഗതം പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് ഗായകരായ വി ടി സുധാകരൻ, മഹേഷ് മുന്നാട്, രജിത സുരേഷ് എന്നിവർ ചേർന്ന് രമേശൻ നായർ സ്മൃതി ഗാനാമൃതവും അവതരിപ്പിച്ചു. ബാലചന്ദ്രൻ കൊട്ടോടിയുടെ ഓടക്കുഴൽ വാദനവും ഉണ്ടായിരുന്നു.
ദേശീയഗാനത്തോടെയായിരുന്നു പരിപാടിയുടെ പര്യവസാനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.